ഈ ഷെഫ് അറിയാതെ മീറ്റ് നന്നായി കുക്ക് ചെയ്യാതെ എടുക്കുന്നു. ഇനി അത് ശരിയാക്കാൻ പോലെ സമയമില്ല. അത് വിചാരിച്ച് അവിടെയുള്ള എല്ലാവരും ടെൻഷനായി നിൽക്കുന്നു. അപ്പോൾ അവിടെ പാത്രം കഴുകാൻ നിൽക്കുന്നവൻ അത് കണ്ട് ടെൻഷൻ ആവാതെ അത് എങ്ങനെ ശരിയാക്കാമെന്ന ഐഡിയ കൊടുക്കുന്നു. അതിനായി മീറ്റ് ഒരു തുണിയിൽ പൊതിഞ്ഞ് മസാല ചേർത്ത വെള്ളത്തിൽ കുക്ക് ചെയ്യണം. അതിനുശേഷം പ്രിപ്പയർ ചെയ്താൽ ശരിയാവും. എല്ലാ വശവും ഒരുപോലെ കുക്കാവുമെന്ന് കോൺഫിഡന്റ് ആയി പറയുന്നു. അത് കേട്ട മറ്റു ഷെഫുകൾ നിനക്ക് തോന്നിയതുപോലെ ഓരോന്ന് പറയാതെ ഉള്ള മീറ്റും കൂടെ ഇല്ലാതായാൽ തീർന്നെന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുന്നു. പക്ഷെ അവൻ പറഞ്ഞത് കറക്റ്റായ ഐഡിയ ആണെന്ന് സീനിയർ ഷെഫിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അവനോട് തന്നെ അത് ചെയ്തു കാണിക്കാൻ പറയുന്നു. അവൻ അതിനായി ഒരു സവാള കട്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൻ കത്തി ഹാൻഡിൽ ചെയ്യുന്ന രീതിയും സവാള കട്ട് ചെയ്യുന്ന സ്പീഡും ഒരു സീനിയർ ഷെഫിനെ പോലെയാണ്. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്ക് ആവുന്നു. അവസാനം അവൻ പറഞ്ഞ രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയി കുക്കായിരിക്കുന്നു. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റുമാണ്. അതുകൊണ്ട് അവന്റെ ടാലന്റ് കണ്ട സീനിയർ ഷെഫ് അവനെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയി ചേർക്കുന്നു. ആക്ച്വലി അവന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു ഷെഫ് ആവണമെന്ന് ആഗ്രഹിച്ച് അവൻ അറിയാവുന്ന ഒരു സീനിയർ ഷെഫിനോട് കുറച്ചായി ചോദിച്ച് മനസ്സിലാക്കുന്നു. രാവിലെ ഇവിടെ പാത്രം കഴുകുന്ന ജോലി ചെയ്തിട്ട് ഈവനിങ് വേഗം തന്നെ ആ ഹോട്ടലിലേക്ക് പോകുന്നു. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോലും ടൈമില്ലാതെ തന്റെ ഫ്യൂച്ചറിനായി കഷ്ടപ്പെടുന്നു. ഇപ്പോൾ അവന്റെ കഷ്ടപ്പാട് വെറുതെ ആവാതെ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഷെഫായി മാറുന്നു.